ചന്ദ്രശേഖരൻ സാറാ. ആ ഹലോ സാറേ. നിങ്ങൾ എവിടാ? ഞങ്ങള് സാറ് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറണം. എന്ത് സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവരുടെ കൈയിൽ പെടരുത്. നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാൻ മറ്റൊരു സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെഡിയായിരുന്നു? ഞാൻ വന്ന ഉടനെ അങ്ങോട്ട് മാറാം. ഓക്കെ സാർ. നമ്മൾ ഇവിടുന്ന് മാറണമെന്നാ സാറ് പറഞ്ഞത്. അന്വേഷണം അല്പം കടുപ്പത്തിലാണെന്നാ തോന്നുന്നേ. അയാള് കൈയൊഴിഞ്ഞില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. പെട്ടെന്ന് സാധനങ്ങൾ പാക്ക് ചെയ്തു, നമുക്ക് പോകേണ്ടി വരും. എന്താ ഒരു മൂഡ് ഓഫ്? കാര്യം എന്തെന്ന് പറ. വരണ വിഷമുണ്ടോ? എന്തിന്? അല്ല, ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ ചോദിച്ച സത്യല്ലേ? ഇത്രയും വലിയ കുടുംബത്തിലെ മരുമകന് അച്ഛൻ കാര്യമായിട്ട് സമ്മാനങ്ങൾ തരേണ്ടതല്ലേ? അതിലെന്തേലും വിഷമമുണ്ടോ? ഉണ്ട്. ഏട്ടത്തി ചോദിച്ചത് അച്ഛൻ തന്ന സമ്മാനം കാറാണോന്നല്ലേ? സത്യത്തില് ഞാനൊരു ബെൻസ് കാർ പ്രതീക്ഷിച്ചു. ബെൻസോ? എടോ, അത്യാവശ്യം വസ്തുവകകളൊക്കെ ഉള്ള കണിമംഗലത്ത് ഒരു ചെക്കന് അതൊക്കെ ആഗ്രഹിക്കാമല്ലോ. എടോ, ഇന്ന് തന്നില്ലെങ്കിലും അച്ഛൻ അടുത്ത ദിവസം എപ്പോഴെങ്കിലും തരുമായിരിക്കും അല്ലേ? അച്ഛനെ കൊണ്ടൊന്നും നടക്കില്ല. ആ കാറിന്റെ വില കേട്ട തന്നെ അച്ഛൻ ബോധം കെട്ട് വീഴും. ഏതാ പറയുന്ന ചേരുന്നതേ പരസ്പരം ചേർക്കാവൂന്ന്. വരണ്ട ജീവിതത്തിലേക്ക് ഞാൻ വരണ്ടായിരുന്നു. എടോ, ഏതായാലും ഇപ്പൊ വന്നുപോയില്ലേ? ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ അച്ഛനെ വിളിച്ചിട്ട് പറ കാർ ബുക്ക് ചെയ്യാൻ. ഞാൻ നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് പോയിക്കോളാം. ഓ, ചെന്ന് നേരിട്ട് പറയാനാണോ? അല്ല, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. എന്റെ അച്ഛനെ കൊണ്ടൊന്നും നടക്കില്ല. അപ്പൊ പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആണ്. അതെ, ഒരു പ്രോബ്ലം ഉണ്ട്. അന്വേഷണം അല്പം ഗൗരവ സ്വഭാവത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. മുംബൈയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പൊ വണ്ടി വരും, അവര് നിങ്ങളെ എത്തിക്കാനിടത്ത് എത്തിച്ചോളും. സാറേ, ഞങ്ങളോട് എത്ര നാൾ കഴിയേണ്ടി വരും? എത്ര നാൾ കഴിയേണ്ടി വന്നാലും കുഴപ്പമില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പണം ആവശ്യമാണെങ്കിൽ വിളിച്ചാൽ മതി, അക്കൗണ്ടിലേക്ക് വന്നോളും. നിങ്ങൾക്കുള്ള വണ്ടി വന്നു, ചെന്ന് കയറി. ഇനി ആരതി വർമ്മയെന്നല്ല ഒരാൾക്കും നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ കേസിൽ എന്നെ അകപ്പെടുത്താനും പറ്റില്ല. വാ. വാ. അടയ്ക്കണ്ട, വാ. വേം വാ. മര്യാദക്ക് ഞങ്ങളോട് വന്നില്ലെങ്കിൽ രണ്ടിനെയും കൊന്നോളാം ഞാൻ. എന്തായി സച്ചിൻ? എല്ലാം വർക്കൗട്ടായി മാഡം. ചന്ദ്രശേഖരന്റെ ഗുണ്ടകൾ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്.
നമ്മൾ സെറ്റ് ചെയ്ത ആൾക്കാർ കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട്. ഗുഡ്. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അവരെ എത്തിക്കണം. ഇനി ചന്ദ്രശേഖരൻ ഓടിപ്പോകാൻ അധികം ദൂരമില്ല. അയാൾക്കുള്ള പൂട്ട് വീണ് കഴിഞ്ഞു. ഓക്കെ മാഡം, പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ. ഇങ്ങനെ നോക്കല്ലേ. നോക്കി എന്ത് ചെയ്യും? അതെ, ഇത് ഉടുക്കാൻ പോവാണേ.